അങ്ങനെ ഞങ്ങളൊരു പ്രേമത്തിൽ വീണിട്ട് ഇതായിപ്പോയതല്ല. വെറുതെ ഒരു കിംവദന്തി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങ് ആവാം എന്നൊരു വാശിയുടെ പുറത്താണ് ഇതുണ്ടായത്. എനിക്ക് തോന്നുന്നു ഇരുകൂട്ടരുടെ മനസ്സിൽ കുറേ നാൾ കൊണ്ട് ഇത് പറയാതെ ഒരു സംഭവം ഉണ്ടായിരുന്നിരിക്കാം. എന്തോ എനിക്കത് അറിഞ്ഞുകൂടാ. ഇദ്ദേഹം നമ്മുടെ വീട്ടിൽ എപ്പോഴും വരികയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു ഫോൺ അന്ന് അശോകനഗർ ആ ഏരിയയിൽ ആകെ ഫോണുള്ള ഒരു വീട് എൻ്റെ ആയിരുന്നു. പക്ഷെ അന്നൊന്നും നമുക്ക് ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഒരു പ്രേമത്തിലേക്ക് ഇങ്ങനെയൊന്ന് വരും എന്നുള്ളത് ഈ രാധാകൃഷ്ണൻ്റെ ഈ ട്രെയിൻ യാത്ര തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ ഓരോ നിമിത്തം എന്ന് വേണം അതിന് പറയാനായിട്ട്. അവിടുന്ന് മദ്രാസിൽ ഇറങ്ങിയിട്ട് രാധാകൃഷ്ണൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ലളിത എന്നെ ഒന്ന് ഭരതൻ്റെ താമസിക്കുന്ന സ്ഥലത്തൊന്ന് ഇറക്കി വിടുമോ, എനിക്ക് അവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് പോയ ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് രതി നിർവേദത്തിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ഒരു പേരുമാറ്റമൊക്കെ കാണുന്നതും ഇങ്ങനെയൊക്കെ പറയുന്നതും ഒക്കെ. അവിടെ ഭയങ്കര ന്യൂസ്.